ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മാർക്കറ്റിംഗ് മിക്സ് ആണ്. മാർക്കറ്റിംഗ് മിക്സ് is one of the key concepts in the modern marketing theory. It is a policy adopted by the manufacturers to become successful in the field of marketing or business. The concept of marketing mix was developed by Neil H. Borden in 1964. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അങ്ങനെ മാർക്കറ്റിംഗ് മിക്സ് എന്ന പേരോട് കൂടി ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1964 നീൽ എച്ച് ബോർഡൻ എന്ന് പറഞ്ഞ പ്രൊഫസറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് ഇസ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ടോട്ടൽ കമ്പോണൻസ്, എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേരുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, നമ്മൾ ഇത്ര നേരം മാർക്കറ്റിങ്ങിലേക്ക് എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു, എന്താണ് മോഡേൺ മാർക്കറ്റിംഗ്, അതിൻ്റെ കൺസെപ്റ്റ്സ് എല്ലാം പറഞ്ഞു. അതിലേക്ക് അതിൻ്റെ ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഇറ്റ് ഇസ് എലമെൻറ്റ്സ്, വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓർ ടൂൾസ്, ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ ഒരു കൺസ്യൂമർ നീഡ് സാറ്റിസ്ഫൈങ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന ടോട്ടൽ മാർക്കറ്റിംഗ് പ്രോസസ്സിൽ എന്തെല്ലാം കമ്പോണൻസ് ഉണ്ട് അതിനെ ടോട്ടലി പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് മിക്സ്. സോ വി ക്യാൻ ലുക്ക് ഇൻ ടു meaning of marketing mix. Marketing mix refers to the set of marketing tools that the firm uses to pursue its marketing objectives in the target market. ടാർഗറ്റ് മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, മാർക്കറ്റൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ്, എല്ലാ ലോകം മുഴുവനുള്ള എല്ലാ തരം കസ്റ്റമേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സ് ആണോന്നില്ല. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണോ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസ്, മാർക്കറ്റിംഗ് ടൂൾസ് ആണ്. സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ് എ ഫേം യൂസസ് ടു അട്രാക്ട് ദ ടാർഗറ്റ് മാർക്കറ്റ്, അതിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷൻസും അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു വില്യം ജെ സ്റ്റാൻഡൺ, മാർക്കറ്റിംഗ് മിക്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 4 ഇൻപുട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോർ ഓഫ് കമ്പനീസ് മാർക്കറ്റിംഗ് സിസ്റ്റം: ദ പ്രോഡക്റ്റ്, ദ പ്രൈസ്, the promotion activities and the distribution system, or otherwise known as place. നോട്ട്സ് നമ്മളല്ലാതെ തരുന്നുണ്ട്, ഫോട്ടോ ആയിട്ട് തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ തന്നെ ടോട്ടൽ കൺസെപ്റ്റ്. ടോട്ടൽ പഠിക്കാനുള്ള ഇത്രയാണ്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഇത്രയും കമ്പോണൻസിനകത്ത് പിന്നെയും ഒരുപാട് സബ് കമ്പോണൻസ് ഉണ്ട്. അതിനെ എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത് അനുസരിച്ചിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് ജനറലി 4 കമ്പോണൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. അതായത് എന്താണ് പ്രോഡക്റ്റിൻ്റെ എന്തെല്ലാം വേരിയബിൾസ് ഉണ്ടോ അതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു. അതുപോലെ പ്രൈസ്, എങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു, അതിൻ്റെ കോസ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് അതിൻ്റെ പ്രൈസും കോസ്റ്റും ഒക്കെ ഫിക്സ് ചെയ്യുന്നു. ഇതെല്ലാം പ്രൈസ് മിക്സിൽ വരാം. പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത് എങ്ങനെ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു. പ്ലേസ് മിക്സ് ഇസ് എങ്ങനെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, എങ്ങനെ ആ ഒരു എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് പ്ലേസ് മിക്സ്. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ദ കസ്റ്റമർ. ഇത്രയും കാര്യങ്ങളാണ് പ്ലേസ് മിക്സിൽ വരുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് മീനിങ് പറഞ്ഞു, അടുത്തത് ഡെഫിനിഷൻ പറഞ്ഞു. ഇനി ടൂൾസ് ആൻഡ് കമ്പോണൻസ് ഓർ എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ മീനിങ്ങിനകത്ത് പറഞ്ഞതാണ്. മെയിനായിട്ടുള്ള ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ്. ആ കമ്പോണൻസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഓർഗനൈസേഷൻ്റെ സക്സസ്. സോ മാർക്കറ്റിംഗ് മിക്സ് ഇസ് ഹാവിങ് ഹ്യൂജ് ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ് സക്സസ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ ഒരുപാട് രീതിയിൽ ആൾക്കാർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഏറ്റവും ആദ്യം മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഈ ജെറോം മെക്കാർത്തി എന്ന് പറഞ്ഞ ഒരാൾ 1960 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ 4 P എന്ന് പറയുന്നത് പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ് എന്ന് പറയുന്ന 4 Pയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ അയാൾ തന്നു. അതാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ്
എങ്ങനെ അല്ലെങ്കിൽ ആ കമ്പോണൻസിനെ എങ്ങനെ ഒരു നല്ല മാർക്കറ്റിംഗ് പ്രോസസ്സായിട്ട് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാം. ടാർഗറ്റ് മാർക്കറ്റാണ് ഇത്. ഈ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് എങ്ങനെ ഈ എന്താണ് ഓർഗനൈസേഷൻ അതിൻ്റെ പ്രോഡക്റ്റിനെ ഇത്രയും കമ്പോണൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എത്തിക്കുന്നു എന്നുള്ള ആ ഒരു ഇതിനെക്കുറിച്ചാണ് ഈ 4 Ps എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രോഡക്റ്റ് മിക്സിനകത്ത് തന്നെ പ്രോഡക്റ്റിൻ്റെ എന്തെല്ലാം വേരിയേഷൻസ് ഉണ്ട്, വെറൈറ്റി, ക്വാളിറ്റി, ഡിസൈൻ, ഫീച്ചേഴ്സ്, ബ്രാൻഡ് നെയിം, പാക്കേജിങ്, സൈസസ്, സർവീസസ്, വാറണ്ടീസ്, ഇതെല്ലാം എങ്ങനെ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് ഓർഗനൈസേഷൻ വിൽ ബിക്കം സക്സസ്. നെക്സ്റ്റ് ലിസ്റ്റ് പ്രൈസ്, ഡിസ്കൗണ്ട്, പേയ്മെൻറ്റ് പീരീഡ്, ക്രെഡിറ്റ് ടേംസ്. ഒരു പ്രൈസിനെ സംബന്ധിച്ച് പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. പ്രൊമോഷൻ മിക്സ്, സെയിൽസ് പ്രൊമോഷൻ, അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് ഫോഴ്സ്, പബ്ലിക് റിലേഷൻസ്, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. പ്ലേസ് മിക്സ്, ചാനൽസ്, കവറേജ്, ലൊക്കേഷൻ, ഇൻവെൻട്രി, ട്രാൻസ്പോർട്ട്, ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇതെല്ലാം ആശ്രയിച്ചിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് ത്രൂ ഗുഡ് മാർക്കറ്റിംഗ് പ്രോസസ്സ്. ഇതാണ് മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ഫസ്റ്റ് പോർഷൻ. അതായത് മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഇൻട്രൊഡക്ടറി സ്റ്റേജിൽ മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള പേരും കൺസെപ്റ്റും വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ എത്തിയത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രോഡക്റ്റ് മിക്സ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതൊക്കെയാണ് കമ്പോണൻസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വീണ്ടും വരുന്നത്. പിന്നെയും വേറെ ഒരുപാട് ആൾക്കാർ ഈ മാർക്കറ്റിംഗ് മിക്സിനെ പല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 4 Psന് പകരം 7 Ps കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 Ps ഓഫ് മാർക്കറ്റിംഗ്, അത് പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. നെക്സ്റ്റ് ഉള്ളത് 7 Ps ഓഫ് മാർക്കറ്റിംഗ്. അതാണ് ഓൾഡ് മന്ത്ര ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. 7 Ps ഓഫ് മാർക്കറ്റിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞ 4 Ps, അതിൻ്റെ കൂടെ പിന്നെ 3 കാര്യങ്ങളും കൂടെ, പേസ്, പാക്കിംഗ് ആൻഡ് പൊളിറ്റിക്സ്, ഈ 3 കാര്യങ്ങളോട് ആഡ് ചെയ്യുമ്പോൾ അത് 7 Ps ഓഫ് മാർക്കറ്റിംഗ് ആവും. പേസ് എന്ന് പറയുന്നത് എന്താണ്? പേസ് മീൻസ് സ്പീഡ് വിത്ത് വിച്ച് എ പ്രോഡക്റ്റ് അറൈവ് ഇൻ ദ മാർക്കറ്റ്. എത്ര സ്പീഡിലാണ്, എപ്പോഴാണ് ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്. നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് അത് എത്തേണ്ട സമയത്ത് എത്തിയാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന റെയിനി സീസണിൽ കുടയുടെ സെയിൽസ് വരുമ്പോൾ അത് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് അവിടെ എത്തിയെങ്കിലേ കാര്യമുള്ളൂ. അതിന് പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ അതിൻ്റെ ടൈം ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ പ്രോഡക്റ്റ് ഇൻ ടു ദ മാർക്കറ്റ്, അതാണ് പേസ് മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് പാക്കേജിങ് മിക്സ്. പാക്കേജിങ് മിക്സ് നമ്മൾ വേറെ പ്രോഡക്റ്റിൻ്റെ കേസിൽ പറയുന്നുണ്ടെങ്കിലും പാക്കേജിങ്ങിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഐഡാസ് ഫോർമുല എന്ന് പറയും. ഐഡാസ് ഫോർമുല എന്ന് പറയുന്നത് അട്രാക്ഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കേജ് നമ്മൾ അത്രയൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. ഒരു പ്രോഡക്റ്റിനെ കാണുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെ അതിനെ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്നു, അതുപോലെ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. അത് വെറുതെ ഇങ്ങനെ അട്രാക്ഷൻ മാത്രം പോരാ, ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഡിസയർ, അത് വാങ്ങിക്കാനുള്ള ഒരു തോന്നലുണ്ടാവണം. അത് കഴിഞ്ഞ് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവണം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവണം. ഇങ്ങനെയുള്ള എല്ലാം ചേരുന്നതാണ് പാക്കേജിങ് മിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എങ്ങനെയും കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി വിറ്റാൽ മാത്രം പോരാ, ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അക്കോർഡിംഗ് ടു ദ പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ് ആയിരിക്കണം. അതാണ് പൊളിറ്റിക്സ് മിക്സ് എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് 7 Ps ഓഫ് മാർക്കറ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ 4 Ps പ്ലസ് 3 Ps ചേരുന്ന 7 Ps ഓഫ് മാർക്കറ്റിംഗ് ഇസ് നോൺ ആസ് ഓൾഡ് മന്ത്ര ഓഫ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ഈസ് 7 Cs മോഡേൺ മന്ത്ര എന്ന് പറയും. അതെല്ലാം പറയുന്നത് കമ്പോണൻസ് ഓർ എലമെൻറ്റ്സ് ഓർ ടൂൾസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ആണ്. മോഡേൺ മന്ത്രാസ് എന്ന് പറയുന്നത് കസ്റ്റമറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ്, കോസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺവീനിയൻസ്, ഇതെല്ലാം നമുക്ക് പ്രോഡക്റ്റിലേക്ക് ലിങ്ക് ചെയ്തും പറയാൻ പറ്റും. കൺസ്യൂമർ വാണ്ട്സ് ആൻഡ് നീഡ്സ് വേഴ്സസ് പ്രോഡക്ട്സ്. അതായത് കൺസ്യൂമർ വാണ്ട്സ് ആൻഡ് നീഡ്സ് എന്ന് പറയുന്നതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതിലേക്ക് പ്രോഡക്റ്റായി മാറുന്നത്. അതാണ്
consumer wants and needs. As per this concept, products are to be so developed as to meet the real needs of consumers. അതാണ് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ കസ്റ്റമേഴ്സിന് എങ്ങനെ അത് അഫോർഡബിൾ ആണോ എന്നുള്ള രീതിയിൽ അതിനെ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും ഓർഗനൈസേഷൻ്റെ കടമയാണ്. കൺവീനിയൻസ് ടു ബൈ. കസ്റ്റമറിൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് അത് എത്തിക്കുക. അത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പറയാം. ആ പ്ലേസ്, അതായത് പ്ലേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ എങ്ങനെ എവിടെ അത് എത്തിക്കുന്നു, എവിടെയെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്തു അവിടെ തന്നെ അത് വെച്ചിരുന്നാൽ അത് വേണ്ടുന്നവർ വന്ന് വാങ്ങിച്ചോളും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കസ്റ്റമേഴ്സിൻ്റെ കയ്യെത്തുന്ന സ്ഥലത്ത് അത് എത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഓർ പ്രൊമോഷൻ. അതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് സെല്ലേഴ്സിൻ്റെ ആസ്പെക്റ്റിലാണ്. സെല്ലേഴ്സ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രം ദ പാർട്ട് ഓഫ് കൺസ്യൂമേഴ്സ് ഓൾസോ വി ആർ സീക്കിംഗ് ദെയർ ഒപ്പീനിയൻ. അങ്ങനെ ഇപ്പോഴത്തെ ഈ ഓൺലൈൻ പർച്ചേസിൻ്റെ കേസിലൊക്കെ നമ്മൾ റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എപ്പോൾ എത്തുമെന്നൊക്കെ ചോദിക്കാനോ എവിടെ എത്തിയെന്ന് ചോദിക്കാനോ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് കസ്റ്റമേഴ്സ് ആൻഡ് സെല്ലേഴ്സ് തമ്മിൽ ഉണ്ടാവും. അതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കൂടുതൽ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുന്നതാണ് മോഡേൺ മന്ത്ര ഓഫ് മാർക്കറ്റിംഗ്, 4 C's ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ is a total components or elements of marketing process that will lead a company to a success, organization to its successful future. അതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മിക്സിനെ പലരും പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് രീതിയാണ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. ദെൻ പിന്നെയും ഇക്കോണമിക് ചേഞ്ചസും ബാക്കി കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അവിടെ ഉണ്ടാവണം. അതിനനുസരിച്ചാണ് 7 P's ഓഫ് മാർക്കറ്റിംഗ്. ദാറ്റ് ഇൻക്ലൂഡ്സ് സ്പേസ്, പാക്കിംഗ് ആൻഡ് പൊളിറ്റിക്സ് ഓൾസോ വിത്ത് ദ 4 P's ഓഫ് മാർക്കറ്റിംഗ്. ദാറ്റ് ഈസ് 7 P's ഓഫ് മാർക്കറ്റിംഗ്. ദാറ്റ് ഈസ് നോൺ ആസ് ഓൾഡ് മന്ത്ര ഓഫ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ഈസ് 4 C's ഓഫ് മാർക്കറ്റിംഗ്. ദാറ്റ് ഈസ് modern mantra of marketing, that is more customer centric, customer oriented, from the point of view of customer. It is explaining what are the tools of marketing mix. Adana 4 C's of marketing എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മിക്സ്. അത് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു ആവശ്യം അനുസരിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മിക്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മിക്സ് is fundamentally same as marketing mix, but it is explained as the achieving marketing objectives through applying digital technologies. നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ബൈ അപ്ലൈയിങ് ഡിജിറ്റൽ ടെക്നോളജീസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിൻ്റെ എസ് ഇവിടെ വെച്ച് തീരുന്നില്ല. ഇമ്പോർട്ടൻസ്, റോൾ ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഇതെല്ലാം കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ എസ് കഴിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രം, ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. താങ്ക് യു.